ഡാറ്റ അനലിറ്റിക്സിനെ പറ്റി ആളുകൾ പറയാറുള്ളത് ഹൈ ഡിമാൻഡ്, ഹൈ സാലറി, അമേസിംഗ് കരിയർ ഗ്രോത്ത് എന്നുള്ളതാണ്. ഇതെല്ലാം സത്യം തന്നെയാണ്. എന്നാൽ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് ആരും പറഞ്ഞു തരാറുമില്ല, ചിന്തിക്കാറുമില്ല. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ജോഷ്. ഞാൻ എഡ്യൂറിലെ ഡാറ്റ അനലിറ്റിക്സ് ട്രെയിനറാണ്. നിങ്ങളൊരു ബിഗിനറാണ്, പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് ടൂൾസ് തുടങ്ങണം, ഏത് സ്കിൽസ് ഏൺ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ഡാറ്റ അനലിറ്റിക്സിൻ്റെ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ടൂൾസിൻ്റെ എൻ്റെ റോഡ് മാപ്പ് അവൈലബിൾ ആണ്. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈത്തൺ വിത്ത് ഡാറ്റ അനലിറ്റിക്സ്. ഡാറ്റ അനലിറ്റിക്സിന് എത്രത്തോളമാണ് പൈത്തൺ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈത്തൺ എത്രത്തോളമാണ് ഡാറ്റ അനലിറ്റിക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ഇതിന് മുന്നേ പരിചയപ്പെട്ട എക്സൽ, പവർ ബി, ടാബ്ലോ എന്ന് പറയുന്ന ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ് ആണെങ്കിലും, SQL എന്ന് പറയുന്ന ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണെങ്കിലും, നമ്മൾ പൈത്തൺ എത്രത്തോളം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പൈത്തൺ എന്നുള്ളതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് പൈത്തൺ? പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ്, നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത് ആ ലാംഗ്വേജിൻ്റെ അണ്ടറിലുള്ള റീഡിങ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ മെഷീൻ്റെ ലാംഗ്വേജിനാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയാം. ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ആർ, പൈത്തൺ, ജാവ എന്നൊക്കെ പറഞ്ഞിട്ട്, C++ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അതുപോലത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. മാത്രമല്ല പൈത്തണിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന, ഈസി ടു മെയിൻറ്റെയിൻ, ഈസി ടു ലേൺ, ഈസി ടു റീഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത്. അതായത് നമുക്ക് റീഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ അത് മനസ്സിലാക്കാനും പെട്ടെന്ന് നമുക്ക് സാധ്യമാകുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഈ ഒരു പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. പൊതുവെ പോപ്പുലറായിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. മാത്രമല്ല വെബ് ഡെവലപ്മെൻറ്റിനും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഡാറ്റാ സയൻസിനും ഒക്കെ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജും കൂടിയാണ് ഈ പൈത്തൺ എന്ന് പറയുന്നത്. മറ്റു ഫീച്ചേഴ്സുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജാണ്, പോർട്ടബിളാണ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ടർ, സ്കെയിലബിളാണ്, ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യും എന്നുള്ളതൊക്കെയാണ്. ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്താണ്, സപ്പോർട്ട് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ടർ എന്താണ്, പോർട്ടബിളാണ് എന്താണെന്നുള്ളതൊക്കെ പൈത്തണിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. സോ നമ്മളിവിടെ പറയാൻ പോകുന്നത് പൈത്തൺ വിത്ത് ഡാറ്റ അനലിറ്റിക്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് പൈത്തൺ IDE എന്നുള്ളതാണ്. IDE എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യുന്ന സ്ഥലം, ഒരു എൻവയോൺമെൻറ്റ്, അതിനാണ് നമ്മൾ IDE എന്ന് പറയാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് മോർ പവർഫുള്ളാണ്. ഒരുപാട് നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ SQLൻ്റെ കേസിൽ IDE എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് എന്താണ് IDE എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കോഡ് എഴുതാൻ വേണ്ടി, റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, അതല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിൻറ്റാക്സ് എത്രത്തോളം കറക്റ്റാണ്, അതല്ലെങ്കിൽ എത്രത്തോളം എറേഴ്സ് ഉണ്ട്. നമുക്ക് ഡീബഗിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. വലിയൊരു പ്രോസസ്സാണ് ഡീബഗിങ് എന്ന് പറയുന്നത്. ലൈൻ ബൈ ലൈൻ കോഡായിട്ട് റൺ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ എറർ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഡീബഗിങ് എന്ന് പറയാം. അതല്ലെങ്കിൽ മറ്റു അനലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഗ്രാഫുകൾ കാണാൻ വേണ്ടി, നമ്മുടെ വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം. ഇതൊക്കെയാണ് പൊതുവേ ഈ ഒരു IDE എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ അനലിറ്റിക്സുമായിട്ട് IDE എങ്ങനെയാണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഗ്രാഫുകൾ, നമ്മളിപ്പോൾ പവർ ബിൻ്റെ കേസിൽ നമ്മളൊരു ഗ്രാഫ് ഉണ്ടാക്കി. അപ്പോൾ ആ ഗ്രാഫ് കാണുന്ന പവർ ബിൻ്റെ ക്യാൻവാസ് പോലെ തന്നെ നമുക്ക് ഈ ഒരു പൈത്തൺ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രാഫുകളോ ചാർട്ടുകളോ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു IDEയിൽ നമുക്ക് കാണാൻ പറ്റും. സോ അതാണ് IDE എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IDEs ഉണ്ട്. ഇന്ന് പൊതുവേ ആളുകൾ യൂസ് ചെയ്യുന്ന IDEs എന്ന് പറയുന്നത്, ഐഡിയൽ എന്ന് പറയുന്ന ഒരു IDE ഉണ്ട്. നമ്മൾ മുമ്പ് കാലങ്ങളിൽ പഠിച്ചിരുന്ന ഒരു ഐഡിയൽ എന്ന് പറയുന്ന ഒരു IDE ആണ്. നമ്മൾ പൈത്തൺ എന്ന് പറയുന്ന ആ ഒരു ലാംഗ്വേജ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ബൈ ഡിഫാൾട്ടായിട്ട് വരുന്ന ഒരു IDE ആണ് ഐഡിയൽ എന്ന് പറയുന്ന IDE. അതുപോലെ തന്നെ പോപ്പുലറായിട്ട് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത് പൈജാം, അതല്ലെങ്കിൽ VS കോഡ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന IDEs ആണ്. കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് കോഡുകൾ റൺ ചെയ്യാനും ഡീബഗിനും ടെസ്റ്റിങ്ങിനും, നമുക്ക് വിഷ്വൽസ് പെട്ടെന്ന് നമുക്ക്
പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റണ്ണ് ചെയ്യാൻ എളുപ്പമാകുന്ന IDEs പൈജാമും വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേഴ്സർ എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതുപോലെ തന്നെ സ്പൈഡർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ജൂപ്പിറ്റർ നോട്ട്ബുക്ക്, ജൂപ്പിറ്റർ ലാബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലും ജൂപ്പിറ്റർ ലാബിലുമാണ് പൊതുവേ ഡാറ്റാ സയൻറ്റിസ്റ്റ് അതല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റുകാർ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റൈറ്റ് ചെയ്യലും ടെസ്റ്റ് ചെയ്യാറും. കാരണം ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ നമ്മുടെ കോഡിനെ ഒന്നും കൂടെയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട്, മാത്രമല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വിഷ്വൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ് പ്രോസസ്സുകളായിക്കോട്ടെ, അതൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് കാണാനും, അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാർട്ട്സും വിഷ്വൽസും ഒക്കെ നമുക്ക് ആ ഒരു ക്യാൻവാസിൽ തന്നെ അല്ലെങ്കിൽ ആ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ആ ഒരു ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പൊതുവേ ഡാറ്റ അനലിറ്റിക്സ് അതല്ലെങ്കിൽ ഡാറ്റാ സയൻറ്റിസ്റ്റ് ജോബ് റോളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പൊതുവേ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്ന IDE ആണ് യൂസ് ചെയ്യാറ്. മാത്രമല്ല ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഒരു ഓഫ്ലൈൻ ഓപ്പൺ സോഴ്സാണ്. ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ഓൺലൈൻ വേർഷൻ നമ്മൾ കൊളാബ് എന്ന് പറയും. ഗൂഗിൾ കൊളാബ് എന്ന് പറയുന്ന ഓൺലൈൻ വേർഷനാണ്. പൊതുവേ ഈ ഡാറ്റാ സയൻറ്റിസ്റ്റ് ഓൺലൈനായിട്ട് നിങ്ങൾക്കൊരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഓൺലൈൻ ഒരു സെർവർ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിൾ ഡ്രൈവുമായിട്ട് നമ്മൾ ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു IDE ആണ് ഗൂഗിൾ കൊളാബ് എന്ന് പറയുന്നത്. ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ഒരു ഓൺലൈൻ വേർഷൻ, അതിനാണ് നമ്മൾ ഗൂഗിൾ കൊളാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ കൊളാബിലും ഒട്ടുമിക്ക ഡാറ്റ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് വർക്ക് ചെയ്യുന്ന ആളുകൾ വർക്ക് ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ നെക്സ്റ്റ് ഏതൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മളൊരു പൈത്തൺ യൂസ് ചെയ്തിട്ട് ഡാറ്റ അനലിറ്റിക്സിലോട്ട് കടക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഡാറ്റ അനലിറ്റിക്സിൽ പവർ BIയും നമ്മുടെ ബാക്കിയുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ സ്റ്റെപ്പുകളാണോ കവർ ചെയ്യേണ്ടത് എന്നുള്ള അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മൾ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടും ഡാറ്റ അനാലിസിസ് നടത്തേണ്ടത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സിന് ഡാറ്റ അനലിറ്റിക്സ് വിത്ത് പൈത്തൺ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിന് നമ്മൾ EDA എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ടേം വെച്ചിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുക. സോ ഈ എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ഡാറ്റ ഇൻജക്ഷൻ, അതല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ, അതല്ലെങ്കിൽ ഡാറ്റ മൈനിങ്. നമ്മൾ ഡാറ്റ അനാലിസിസിൽ പറഞ്ഞ സമയത്ത് നമ്മൾ സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാറ്റ അനാലിസിസിനും ഡാറ്റ കളക്ഷനും അല്ലെങ്കിൽ ഡാറ്റ ഇൻജക്ഷനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറീസ്, പാണ്ടാസ്, നംബൈ പോലുള്ള ലൈബ്രറീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നമ്മൾ ഡാറ്റ ക്ലീനിങ് നടത്തുന്നു, അല്ലെങ്കിൽ ഡാറ്റ പ്രീ പ്രോസസ്സിങ്. അതിന് നമ്മൾ പൈത്തണിൻ്റെ പാണ്ടാസ് എന്ന് പറയുന്ന മറ്റൊരു ലൈബ്രറി ഉണ്ട്. പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറിയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതേപോലെ തന്നെ ഡാറ്റ അനാലിസിസ് ആൻഡ് മോഡലിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റ്പ്ലോട്ട്ലിബ്, സീബോൺ എന്ന് പറയുന്ന ലൈബ്രറീസാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ മാറ്റ്പ്ലോട്ട്ലിബ്, സീബോൺ, പാണ്ടാസ്, നംബൈ എന്ന് പറയുന്ന ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൈത്തണിലെ EDA എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് അതല്ലെങ്കിൽ പൈത്തൺ വിത്ത് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുക. ഈ 4 ലൈബ്രറീസാണ് മെയിൻ ലൈബ്രറീസ് എന്ന് പറയുന്നത്. ഈ ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് നടത്താറ്. ദെൻ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഇവിടെ പറഞ്ഞു ഏതൊക്കെ ലൈബ്രറീസ് ആണെന്നുള്ളത്. നംബൈ എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്യും, പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി, മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറി, അതുപോലെ തന്നെ സീബോൺ എന്ന് പറയുന്ന ലൈബ്രറീസാണ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് നംബൈ എന്ന് പറയുന്ന ലൈബ്രറി. ഫസ്റ്റ് നമ്മൾ ന്യൂമറിക്കൽ, അതല്ലെങ്കിൽ നംബൈ എന്ന് പറയുന്ന ലൈബ്രറീൻ്റെ ഒരു ഫുൾ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പൈത്തൺ എന്നുള്ളതാണ്. സോ ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ന്യൂമറിക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും മാത്തമാറ്റിക്കൽ ഫോർമുലാസും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറിയാണ് നംബൈ എന്ന് പറയുന്നത്. നമ്മളൊരു ഡാറ്റയിൽ നമുക്ക് നമ്മുടെ ഡാറ്റയിൽ കുറച്ച് വാല്യൂസിൻ്റെ സമ്മ് കാണണം, അല്ലെങ്കിൽ മീൻ കാണണം, അല്ലെങ്കിൽ ആവറേജ് കാണണം. അത്തരത്തിലുള്ള ന്യൂമറിക്കൽ കാൽക്കുലേഷൻസും ഫോർമുലാസും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ലൈബ്രറിയാണ് നംബൈ എന്ന് പറയുന്ന ലൈബ്രറി. അപ്പോൾ ഈ ഒരു ലൈബ്രറിയിലുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും കാൽക്കുലേഷൻസും നടത്താറ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി. പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ലൈബ്രറിയാണ്. കാരണം ഈ ഒരു EDA എന്ന് പറയുന്ന പ്രോസസ്സിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ലൈബ്രറി കൂടിയാണ് പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി. നമ്മൾ ഡാറ്റ ഇൻജക്റ്റ് അതല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അതിലെന്തെങ്കിലുമൊക്കെ അനാലിസിസ് നടത്താൻ വേണ്ടി ഗ്രൂപ്പ് ബൈ, അല്ലെങ്കിൽ നമ്മൾ ഫോർകാസ്റ്റിംഗ് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, നമ്മൾ എക്സലിലും പവർ BIയിലും ടാബിളിലും ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. പിവറ്റിങ്ങും പിവറ്റ് ടാബിളും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഈ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഫങ്ഷൻസ് എല്ലാം നമ്മൾ പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക.
സോ പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി വളരെ പ്രധാനപ്പെട്ട ഒരു ലൈബ്രറിയാണ്. ഈ ഒരു EDA പ്രോസസ്സിൽ ഏറ്റവും കോർ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈബ്രറിയാണ് പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി. ദെൻ അടുത്താണ് മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറി. നമ്മൾ ഡാറ്റ ഇഞ്ചെക്ട് ചെയ്തു അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്തു, ദെൻ ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്തു, അതിനുശേഷം അനാലിസിസ് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനുശേഷമുള്ളതാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിപ്പോർട്ട് ബിൽഡ് ചെയ്യാം. സോ ഇവിടെ റിപ്പോർട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതല്ലെങ്കിൽ വിഷ്വലൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറി. മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറി അതുപോലെ തന്നെ സീബോൺ എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ട്. മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറിയിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മൾ ബാർ ചാർട്ട്, ലൈൻ ചാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിഷ്വൽസും ഗ്രാഫ്സും ചാർട്ട്സുമാണ് യൂസ് ചെയ്യുക. സീബോൺ ആണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാർട്ട്സ് നമ്മൾ പവർ ബിയിലും ടാബ്ലിലൊക്കെ നമ്മൾ വിഷ്വലൈസേഷൻ പേജിൽ നമ്മൾ ഒരുപാട് ചാർട്ട്സും വിഷ്വൽസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാർട്ട്സും വിഷ്വൽസും കണ്ടതാണ്. അപ്പോൾ ഇതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ചാർട്ടുകളും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലംസ് ഒരുപാട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറിയാണ് സീബോൺ എന്ന് പറയുന്ന ലൈബ്രറി. അപ്പം മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറിയും സീബോൺ എന്ന് പറയുന്ന ലൈബ്രറിയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൈത്തണിൽ വിഷ്വലൈസേഷൻസ് അതല്ലെങ്കിൽ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്പൈ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി നമ്മൾ നമ്പൈ യൂസ് ചെയ്യുന്നു, ഡാറ്റ ഇൻജെക്റ്റ് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പാണ്ടാസ് യൂസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യാൻ പാണ്ടാസ് യൂസ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും പാണ്ടാസ് യൂസ് ചെയ്യുന്നു. ദെൻ വിഷ്വലൈസേഷൻസ് നമ്മളിലേക്ക് വരുന്ന സമയത്ത് അഡ്വാൻസ്ഡ് വിഷ്വൽസാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വിഷ്വൽസാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പാറ്റേൺസ് അനാലിസിസ് ആണ് നമുക്ക് നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീബോൺ യൂസ് ചെയ്യാം. അതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് വിഷ്വൽസും കാര്യങ്ങളും ബാർ ചാർട്ട്, ലൈൻ ചാർട്ട് പൈ ചാർട്ട് പോലുള്ള സ്റ്റാൻഡേർഡ് വിഷ്വൽസൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറിയും യൂസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാകുന്നത് പവർ BI, ടാബ്ലോ എന്ന് പറയുന്ന ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസും എക്സൽ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ടൂളും അതല്ലാതെ ഒരുപാട് ടൂൾസുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് വൈ പൈത്തൺ എന്ന് പറയുന്ന ഒരു ഡൗട്ട് നമുക്കുണ്ട്. കാരണം ഇന്ന് ഒട്ടുമിക്ക കമ്പനീസും പൈത്തൺ വിത്ത് ഡാറ്റ അനാലിസിസ് ആണ് ചെയ്യാറ്. പവർ BI എന്ന് പറയുന്ന ടൂളിനേക്കാൾ, എക്സൽ എന്ന് പറയുന്ന ടൂളിനേക്കാൾ അല്ലെങ്കിൽ ടാബ്ലോനേക്കാൾ കൂടുതൽ പൈത്തൺ വിത്ത് ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ EDA എന്ന് പറയുന്ന പ്രോസസ്സാണ് ചെയ്യാറ്. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ നമുക്ക് ഫാസ്റ്ററായിട്ട് അല്ലെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു ഡാറ്റ അനാലിസിസാണ് പൈത്തൺ യൂസ് ചെയ്താൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് IDEs, കേഴ്സർ എന്ന് പറയുന്ന IDE, അതല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ, അതല്ലെങ്കിൽ പൈജാം എന്നൊക്കെ പറയുന്ന IDEയിൽ ChatGPT അല്ലെങ്കിൽ AI ടൂൾസ് ഇൻറ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ കോഡിങ് അവർ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അനാലിസിസ് നമുക്ക് നടത്താൻ പറ്റും. മറ്റൊന്ന് 88% ഇൻഡസ്ട്രി അഡോപ്റ്റേഷൻ, അതായത് ഡാറ്റ സയൻറ്റിസ്റ്റ് അതല്ലെങ്കിൽ ഡാറ്റ അനാലിസ്റ്റ് ഒക്കെ നടത്തുന്ന പ്രോഗ്രാമിങ്സ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു AI ടെക്നിക് അല്ലെങ്കിൽ AI ടൂൾ, അതല്ലെങ്കിൽ ഒരു AIൻ്റെ ഏറ്റവും ഒരു സബ് പാർട്ടായിട്ടുള്ള മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത് ഒരു പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. സോ 88% ആളുകളും ഈ ഒരു പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ 88% ഇൻഡസ്ട്രികളിലും ഈ ഒരു പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ക്ലീനിങ്ങും ഒരുപാട് ഡാറ്റ ഇഞ്ചക്ഷൻസും ഒരുപാട് അനാലിസിസും നടത്തുന്നുണ്ട്. മാത്രമല്ല പൈത്തൺ അത്രയും ഇൻറ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ചോയ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ അതേപോലെ തന്നെ നമ്മൾ ഡാറ്റ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റുമായി ബന്ധപ്പെട്ട ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡാറ്റ പ്രീ പ്രോസസ്സിംഗ്, ഡാറ്റ ക്ലീനിങ് എല്ലാം നടത്താൻ പറ്റിയ ഒരു ലാംഗ്വേജാണ് പൈത്തൺ. മാത്രമല്ല ഒരുപാട് IDEകളിൽ AI ഇൻറ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുകയും ഫാസ്റ്റായിട്ട് നമുക്ക് കോഡിങ് നടത്താൻ പറ്റുകയും ചെയ്യുന്നു. മാത്രമല്ല പൈത്തണിൽ ഒരു ലൈബ്രറി ഉണ്ട്, പ്ലോട്ട്ലി എന്ന് പറയുന്ന ഒരു ലൈബ്രറി. ഈ ഒരു ലൈബ്രറി നമുക്ക് പവർ BI പോലെ അല്ലെങ്കിൽ ടാബ്ലോ, എക്സലൊക്കെ പോലെ ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറിയാണ് പ്ലോട്ട്ലി എന്ന് പറയുന്ന ലൈബ്രറി. ഒട്ടുമിക്ക ആളുകളും പ്ലോട്ട്ലി എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്തിട്ട്, കാരണം ക്ലീനിങ്ങും പ്രീ പ്രോസസ്സിങ്ങും ഡാറ്റ കളക്ഷനും ഡാറ്റ മൈനിങ്ങും അത്രയും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ചെയ്യുകയും അതിനുശേഷം പ്ലോട്ട്ലി എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്തിട്ട് ഒരു ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ് പൈത്തണെ പോലെ പവർ BI പോലെ ടാബ്ലോനൊക്കെ പോലെ ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറിയാണ് പ്ലോട്ട്ലി എന്ന് പറയുന്ന ലൈബ്രറി. നമുക്ക് സീബോൺ, മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ചാർട്ട്സോ ഇൻഡിവിജ്വൽ ബാർ ചാർട്ടോ കോളം ചാർട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ചാർട്ട്സും ഗ്രാഫ്സുമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ.
പക്ഷേ ഇതെല്ലാം കണക്ട് ചെയ്ത് ഒന്ന് ഇൻട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ പവർ ബി ഐ പോലെ ഇൻട്രാക്റ്റീവ് അല്ലെങ്കിൽ ടാബ്ലോ പോലെ ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാറ്റ്പ്ലോട്ട്ലിബ് സീബോൺ എന്ന് പറയുന്ന ലൈബ്രറീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ അത്തരം കേസുകളിൽ നമ്മൾ പ്ലോട്ട്ലി എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ്സും റിപ്പോർട്ട്സും നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു പ്രാക്ടിക്കൽ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് ജസ്റ്റ് ഡാറ്റ പൈത്തൺ യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിളായുള്ള ഒരു എക്സൽ ഡാറ്റ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതെങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ലൈബ്രറീസ് നമുക്ക് നെസസറി ആയിട്ടുള്ള ലൈബ്രറീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ചെറിയൊരു സെക്ഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരുപാട് ക്ലീനിങ് പ്രോസസ്സുകളും ഒരുപാട് ഡാറ്റ കളക്ഷൻസും ഒരുപാട് ഡാറ്റ പ്രീ പ്രോസസ്സിങ്ങും ഡാറ്റ ക്ലീനിങ്ങും അതുപോലെ തന്നെ റിപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നതും വിഷ്വലൈസേഷൻ ബിൽഡ് ചെയ്യുന്നതും എല്ലാം നമുക്കുണ്ട്. ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അത്. നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഒരു സെക്ഷനിൽ നമ്മൾ പൈത്തൺ വിത്ത് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന കോർ സെക്ഷൻസ് പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പൈത്തൺ എന്താണ്, പൈത്തൻ്റെ സിൻടാക്സുകൾ, പൈത്തൻ്റെ വേരിയബിൾസ്, ഫങ്ഷൻസ്, ഊപ്സ് കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സെക്ഷൻസ് ഈ പറയാൻ പോകുന്ന സെക്ഷൻസും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താണ് പൈത്തൺ, അതിൻ്റെ വേരിയബിൾ എന്താണ്, സിൻടാക്സ് എന്താണ്, എങ്ങനെയാണ് ഒരു സിൻടാക്സ് എഴുതുന്നത്, ഓരോ കീവേഡുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ലിസ്റ്റ്, ടപ്പിൾ എന്ന് പറയുന്ന ഒരുപാട് ഡാറ്റ ടൈപ്സുകളുണ്ട്, ഫങ്ഷൻസ്, ഊപ്സ് കൺസെപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ലാംഡ ഫങ്ഷൻസ് എന്താണ്, എങ്ങനെയാണ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ക്ലാസ് എന്താണ്, മെത്തേഡ് എന്താണ് എന്നൊക്കെ പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ മനസ്സിലായാൽ മാത്രമേ പൈത്തൺ വിത്ത് ഡാറ്റ അനലിറ്റിക്സ് സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പൈത്തൺ എന്താണ്, പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ് എന്ന് കണ്ടു വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പൈത്തൺ വിത്ത് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന സെക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സോ നമ്മൾ ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കാണിച്ചിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഈ ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്ന IDE ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഒരു ഫയൽ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റൈറ്റ് ചെയ്യാനുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഇവിടെ ന്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും Python 3. ഇതിലേത് പൈത്തൺ ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ പൈത്തൻ്റെ ഏത് വേർഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ Python 3 എന്ന് പറയുന്ന വേർഷൻ സെലക്ട് ചെയ്തു. നമ്മൾ ഇതാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ IDE എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഈ അൺടൈറ്റിൽഡ് ഫോർമാറ്റിൽ ജസ്റ്റ് ഞാൻ GA1 എന്ന് പറയുന്നൊരു പേരിൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് റീനെയിം ചെയ്തു. ഈ ഒരു ഫയലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് IPYNB എന്ന് പറയുന്ന ഫോർമാറ്റാണ്. നമ്മൾ സാധാരണ പൈത്തൻ്റെതാണെങ്കിൽ നമ്മൾ py.py എന്ന് പറയുന്ന ഫോർമാറ്റാണ്, എക്സ്റ്റൻഷൻ. ഇവിടെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് IPYNB എന്ന് പറയുന്നതാണ്. സോ ജസ്റ്റ് ഞാൻ റീനെയിം കൊടുത്തു. അതിനുശേഷം നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്കിവിടെ ആദ്യം ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് NumPy എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള NumPy എന്ന് പറയുന്ന ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പാണ്ടാസ് എന്ന് പറയുന്ന നമ്മുടെ ഡാറ്റ ക്ലീനിങ്ങിനും ഡാറ്റ കളക്ഷനും അതുപോലെ തന്നെ അനാലിസിസിനും വേണ്ടിയുള്ള പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻസിന് വേണ്ടിയിട്ടുള്ള മാറ്റ്പ്ലോട്ട്ലിബ് അതുപോലെ തന്നെ സീബോൺ എന്ന് പറയുന്ന ലൈബ്രറീസും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് ഇമ്പോർട്ട് NumPy എന്ന് പറയുന്ന ലൈബ്രറി ഞാൻ ഇമ്പോർട്ട് ചെയ്തു. നമ്മൾ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ലൈബ്രറിയെ നമുക്കൊരു ഷോർട്ട് ഫോമിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു NumPy എന്ന് പറയുന്ന ഒരു ലൈബ്രറിനെ NP എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ പാണ്ടാസ് ആസ് PD എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ വിളിച്ചു. അതുപോലെ തന്നെ സീബോൺ എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ട്. ജസ്റ്റ് ഇമ്പോർട്ട് സീബോൺ ആസ് SNS എന്ന് പറയുന്ന, പൊതുവേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ഓരോ ലൈബ്രറീസിനെയും കോൾ ചെയ്യാറ്. NumPy NP, പാണ്ടാസ് ആണെങ്കിൽ PD, സീബോൺ ആണെങ്കിൽ SNS. നിങ്ങൾക്ക് ഏത് ഷോർട്ട് ഫോമിൽ വേണമെങ്കിലും ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്കൊരു ലൈബ്രറീനെ കോൾ ചെയ്യാം. ഇതെല്ലാം ആസ് വെച്ചിട്ട് നിങ്ങൾ കോൾ ചെയ്തിട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മൾ NP എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫോമിന് പകരം NumPy എന്ന് പറയുന്ന ഈ ഒരു ലൈബ്രറി തന്നെ യൂസ് ചെയ്യണം. അതല്ല നമ്മളൊരു ഷോർട്ട് ഫോം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഷോർട്ട് ഫോമിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലൈബ്രറീസിനെ കോൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ അടുത്ത മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറിയാണ്. ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ട്ലിബ് .pyplot എന്ന് പറയുന്ന ലൈബ്രറിയിലാണ് ഇതൊക്കെ ഉള്ളത്. ആസ് PLT എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നെസസറി ആയിട്ടുള്ള ലൈബ്രറീസ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിരിച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏതെങ്കിലും ഒരു ഡാറ്റ സെറ്റ് എങ്ങനെയാണ് നമ്മൾ
പാണ്ടാസ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഞാൻ ഫസ്റ്റ്ലി എനിക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഡാറ്റാ സെറ്റ് രണ്ട് രീതിക്ക് നിങ്ങൾക്കൊരു ഡാറ്റാ സെറ്റ് റീഡ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള പാത്ത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡാറ്റ റീഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറൻറ്റ് ഫോൾഡറിൽ DA വിത്ത് പൈത്തൺ എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടറിയിൽ അല്ലെങ്കിൽ ഈ ഒരു കറൻറ്റ് ഫോൾഡറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റും. തമ്മിലും ഡിഫറൻസ് ഉണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള പാത്ത് വെച്ചിട്ടാണ് ഒരു ഫയൽ ഒരു ഡാറ്റ റീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പാത്തിലുള്ള ആ ഒരു ഡാറ്റയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്കവിടെ റിഫ്ലക്റ്റ് ആവും. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു കറൻറ്റ് ഫോൾഡറിൽ DA വിത്ത് പൈത്തൺ എന്ന് പറയുന്ന ഈ കറൻറ്റ് ഫോൾഡറിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ റീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആ യഥാർത്ഥത്തിലുള്ള ഡാറ്റയിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും നിങ്ങൾക്കവിടെ ചേഞ്ചസ് വരുന്നതല്ല. സോ രണ്ടിലും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ട്. ദെൻ എങ്ങനെയാണ് നമ്മൾ ഒരു ഡാറ്റ റീഡ് ചെയ്യുന്നുള്ളത്? അപ്പോൾ 2 മെത്തേഡ്സിൽ നമുക്ക് റീഡ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പാത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാം, അതല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, റീഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാനൊരു വേരിയബിൾ എഴുതി, ഡാറ്റ എന്ന് പറയുന്നൊരു വേരിയബിൾ. എന്താണ് വേരിയബിൾ, എങ്ങനെയാണ് വേരിയബിൾ കൊടുക്കുന്നത് എന്നുള്ള വിശദമായ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് പൈത്തൺ എന്ന് പറയുന്ന സെക്ഷൻ കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ എന്താണ് വേരിയബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ വേർഡിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ, എക്സെല്ലിൽ സെൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിനെയാണ് നമ്മൾ സെൽ എന്ന് പറയാം. അതേപോലെ തന്നെ പൈത്തണിൻ്റെ കേസിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, സോ ഞാൻ ഡാറ്റ ഈക്വൽ ടു മീൻസ് ഇവിടെ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യും. സോ നമ്മളിവിടെ ചെയ്യുന്നത് ആ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്ന എക്സൽ ഫയൽ ഇവിടെ ലോഡ് ചെയ്യണം അല്ലെങ്കിൽ റീഡ് ചെയ്യണം. സോ ഞാൻ ജസ്റ്റ് PD, എന്താണ് PD എന്നുള്ളത് നമ്മൾ പറഞ്ഞ്, അതായത് പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറിനെ ഒരു ഷോർട്ട് ഫോമിലോട്ട് വിളിക്കുന്നതിനാണ് നമ്മൾ PD എന്ന് പറയാം. സോ PD.read എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സോഴ്സിലുള്ള ഡാറ്റാസിനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. CSV, ക്ലിപ്ബോർഡ്, എക്സൽ, ഫെദറി, FWF, GBQ എന്ന് പറയുന്നുള്ള ഒരുപാട് സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാറ്റ റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഡാറ്റ എക്സൽ ഫയലാണ്. ക്യാമ്പയിൻ എന്ന് പറയുന്ന ഡാറ്റ XX എന്ന് പറയുന്ന ഫോർമാറ്റ് എക്സൽ എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് വെച്ചിട്ടുണ്ടാക്കിയതാണ്. സോ ഞാനിവിടെ ചൂസ് ചെയ്യേണ്ടത് എക്സൽ എന്ന് പറയുന്ന ഫോർമാറ്റാണ്. ഓക്കെ, നമ്മുടെ ഡാറ്റ CSV ഫയലാണെങ്കിൽ നമ്മൾ റീഡ് CSV യൂസ് ചെയ്യണം, ഫെദർ ആണെങ്കിൽ ഫെദർ യൂസ് ചെയ്യണം. സോ ഞാനിവിടെ എക്സൽ ആയിട്ടുള്ള ഡാറ്റയാണ് റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ റീഡ് എക്സൽ യൂസ് ചെയ്തു. ദെൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന XLX ഫയലിൻ്റെ പേര് നമ്മളിവിടെ കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഡാറ്റ എന്ന് പറയുന്ന വേരിയബിളിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഫോർമാറ്റ് അതല്ലെങ്കിൽ ഡാറ്റ റീഡ് ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരുപാട് പ്രോസസ്സുകൾ ബാക്കിയുണ്ട്. ഡാറ്റ പ്രീ പ്രോസസ്സിങ് അതല്ലെങ്കിൽ ഡാറ്റ ക്ലീനിങ് ഉണ്ട്, ഡാറ്റ അനാലിസിസ്, പാറ്റേൺ ഐഡൻറ്റിഫൈയിങ് അല്ലെങ്കിൽ അനാലിസിസ് സ്റ്റെപ്പ് നമുക്കുണ്ട്. അതിനുശേഷം വിഷ്വലൈസേഷൻ, മാറ്റ്പ്ലോട്ട്ലിബ്, സീബോൺ എന്ന് പറയുന്ന ലൈബ്രറീസ് യൂസ് ചെയ്തിട്ട് വിഷ്വലൈസേഷൻസ് ഉണ്ട്, റിപ്പോർട്ട്സും കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പ്ലോട്ട്ലി എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി അതല്ലെങ്കിൽ EDA എന്ന് പറയുന്ന പ്രോസസ്സ്, എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് അതല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് വിത്ത് പൈത്തൺ എന്ന് പറയുന്ന പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്രയും ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഹാൻഡിൽ ചെയ്യുക. സോ എന്തെല്ലാമാണ് ഹാൻഡ്ലിംഗ് പ്രോസസ്സുകൾ, പ്രീ പ്രോസസ്സിംഗ് പ്രോസസ്സുകൾ, ക്ലീനിങ് പ്രോസസ്സുകൾ, പൈത്തൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പൈത്തൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പൈത്തൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സെക്ഷൻ നമ്മൾ വരും സെക്ഷനിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വരും ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ ഡിസ്കസ്ഡ് അല്ലെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്തിട്ട് എല്ലാ ഡൗട്ടുകളും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ളൊരു സെക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പൈത്തൺ എന്താണ്, പൈത്തണിൻ്റെ വേരിയബിൾസും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പൈത്തൺ വിത്ത് ഡാറ്റ അനലിറ്റിക്സ് മനസ്സിലാവുള്ളൂ. സോ വരും സെക്ഷനിൽ നിങ്ങൾ ഓരോന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു സെക്ഷൻ തന്നെ നമ്മൾ വരുന്നുണ്ട്. സോ ഇത്രയാണ് ഡാറ്റ അനലിറ്റിക്സ് വിത്ത് പൈത്തണിൻ്റെ ഒരു തിയറി അല്ലെങ്കിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇനി പ്രാക്ടിക്കൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അത് നമ്മൾ വരും സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ ഒരു തവണ കണ്ടിട്ട് കാര്യമില്ല, ഓവർ ആൻഡ് ഓവർ വാച്ച് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് കാര്യം. ഈ റോഡ് മാപ്പ് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്താൽ ഡാറ്റ അനലിറ്റിക്സിൽ നിങ്ങൾക്ക് ഒരു അമേസിംഗ് കരിയർ ബിൽഡ് ചെയ്യാം.